വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിയാമൻ. അപ്പോൾ ഉമ്മിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ 2 വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ മെയിൻ ബർത്ത്ഡേ വ്ളോഗ് മിക്കവാറും ഇതിലായിരിക്കും ഇടുന്നത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മിക്ക് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു iPhone 15 എടുത്ത് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ വാങ്ങ്. ഉണ്ടത് മാത്രമല്ല, ചായ കൊടുക്കാനുള്ള കാശില്ല. അസ്സലാമലൈക്കും. മുടി വെറ്റി എന്നിട്ട് എത്ര ലീഡിങ് എല്ലാം ഉണ്ടോ? 295. വേറൊരാളിട്ടല്ലോ. ഞാൻ വിചാരിച്ചു മേഫിന്റെ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. വെൽക്കം ബാക്ക് ടു സിയാമിൻ. ഒന്നും പറയാനില്ലേ ഗൈസ്? അങ്ങനെ മുത്താത്ത ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഞാൻ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അവള് അത് എടുത്ത് പറയൂല. ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ച പൈസയാണ്. വെൽക്കം ബാക്ക് ടു സിയാം. എന്താണ് അങ്ങനെ മറ്റേ പെണ്ണുങ്ങൾക്ക് വെൽക്കം ബാക്ക് ടു സിയാമൻ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ ഉമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഉമ്മിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ 2 വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു വ്ളോഗ് ആയിരിക്കും, ആദ്യം ഏതാ വരുന്നതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇതായിരിക്കും മെയിൻ ബർത്ത്ഡേ വ്ളോഗ്സ്. ബർത്ത്ഡേക്ക് നടക്കുന്ന സർപ്രൈസസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പം മെയിൻ ആയിട്ടുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മച്ചിക്ക് iPhone 15 എടുത്ത് കൊടുക്കാൻ പോകണം. സോ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. എനിക്ക് ഒരു സ്പീച്ച് പറയാനുണ്ട്. നീ പോയെ. ഒരുപാട് കാലത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് എമൗണ്ട് ഉൾപ്പെടെ ഇവിടെ താഴെ കൊടുക്കാം. ഇങ്ങനെ ഇരിക്കും, ബില്ല് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഉമ്മച്ചിക്ക് ഐഫോൺ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ ജോലിയൊക്കെ കിട്ടിയിട്ട് ഉമ്മാക്കും വാപ്പാക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ എൻ്റെ വോയിസ് ഒന്നും ചെക്ക് ചെയ്തിട്ടാ. എനിക്ക് തോന്നുന്നു കാറ്റടിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. യെസ് ഗൈസ്, അപ്പോൾ കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ വിൻഡോ അടച്ചിട്ടു ഗൈസ്. സോ എനിക്ക് ഇവൻ്റെ മുടി കാണിക്കലും നമ്മൾ ചാനലിൽ ഇത് ബാൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ കാര്യം പറയാനാണെങ്കിൽ എല്ലാവരെയും ആഗ്രഹമായിരിക്കും ഉമ്മാക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ജോലി കിട്ടുമ്പോൾ. അങ്ങനെ എനിക്ക് എസ്പെഷ്യലി ഉമ്മച്ചിക്ക് അങ്ങനെ പുതിയ ഫോൺസ് ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല. എപ്പോഴും ഉമ്മച്ചിയുടെ ഫോൺസ് ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് പുതിയ സാംസങ് വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിൾ വാങ്ങിച്ചത് ഫസ്റ്റ് ഉപയോഗിച്ചത് മുത്താത്താടെ പഴയ 6, അത് കഴിഞ്ഞിട്ട് ഉപ്പച്ചിയുടെ പഴയ 8+. അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും പഴയത് വാങ്ങൂല അപ്പളെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഫോണിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്. വേറെ ഫോണിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ ഫോൺ 11 ആയിരുന്നു. അപ്പൊ 11 നല്ലോണം കുറെ ഓൾഡായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു 3-4 മാസം മുന്നേ ഉമ്മച്ചി എനിക്കൊരു 15 എടുത്തു തന്നു. അപ്പൊ തന്നെ നമ്മൾ എപ്പോഴേലൊക്കെ നമുക്കിത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആ ഒരു മൊമെന്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ മേഫൂസ് കൂടിയിട്ടുണ്ട്. വലുതൊന്നല്ല, പിന്നെ ഉപ്പച്ചിയും ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. വളരെ ചെറുതായി കഴിഞ്ഞ മാസം അവരെ ആനിവേഴ്സറി കഴിഞ്ഞ മാസമായിരുന്നു. സോ ഉപ്പച്ചി പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഉപ്പച്ചിയാണ്. മാഫൂസിന്റെ സർപ്രൈസ് വേറെയാണ്. മാഫൂ ഇതിലൊരു ജസ്റ്റ് പാട്ടുണ്ടെന്നുള്ള വലിയ പാട്ടാണ്. എനിക്ക് ഇതില് വലിയ പാട്ട്, മറ്റേത് ഭയങ്കര വലുത്. ഇതിപ്പോ നിങ്ങളെല്ലാരും അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉമ്മാനോട് കണക്ക് മിക്കവാറും പറയേണ്ടി വരുന്ന തോന്നുന്നത്. എന്റെ ഇത്രയും പൈസ ഉണ്ടായത് ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ പോയി. അത് കുഴപ്പമില്ല. നമ്മളെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരെ മുഖം കാണുമ്പോഴൊക്കെ തന്നെയാണ് ഭയങ്കര ഹാപ്പിനെസ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഏബിൾ ടു ഡു ദിസ് റൈറ്റ് നൗ. സോ ഹാപ്പി. അപ്പോൾ എല്ലാവരും മാഷാഅല്ലാഹ് പറയണം. എനിക്ക് ഭയങ്കര പേടിയാണ് നസർ പേടിയായതുകൊണ്ടാണ് പറയണത്. എല്ലാവരും പറയണം. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കണ എന്ത് കാണിച്ചാലും അപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ലൈറ്റ് ഒന്ന് പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ എല്ലാവരും മാഷാഅല്ലാഹ് പറയണം. അപ്പോൾ നമ്മൾ
ഫോൺ വാങ്ങാൻ ഷിബുക്കാട് അവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ വാങ്ങണം. ബാബിനെ കൂടെ എന്നെ കവർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കെഫേയിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കെഫേയിൽ കൊണ്ടുവരായിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാണാം. സോ ഗൈസ്, അങ്ങനെ ഇന്നിപ്പോൾ ബർത്ത്ഡേ ദിവസം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെലിബ്രേഷൻസും കാര്യങ്ങളും ഏൽപ്പിച്ച കെഫേയിൽ ജസ്റ്റ് ഒന്ന് വന്നതാണ്. എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എടാ, ഞാൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നിട്ടതാ. ഓക്കെ, ഇവനെന്താണ് എന്താണ് ഒരു ടീച്ചർ മറ്റൊരു തള്ളച്ചൊന്നല്ല, തള്ളച്ചിയുടെ സ്വഭാവം എടുക്കണം. റേസിസ്റ്റ് ആവണത്. സോ ഗൈസ്, അങ്ങനെ ഇന്ന് ബർത്ത്ഡേ ദിവസമായിരിക്കാണ് നമ്മള്. അപ്പൊ ഇന്നലെ നമ്മള് ജസ്റ്റ് ഉമ്മച്ചനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ യെസ്. സോ ഇന്നലെ നമ്മൾ ജസ്റ്റ് വിഷ് ചെയ്തു. പക്ഷെ ഉമ്മച്ചിക്ക് എന്തായാലും അറിയാം നമ്മളെന്തായാലും കേക്ക് ഒക്കെ കട്ട് ചെയ്യും. ദാറ്റ് ഇസ് ഫോർ ഷുവർ. അത് ഉമ്മച്ചിക്ക് എന്തായാലും അറിയാം. ബട്ട് ഉമ്മച്ചി എന്തായാലും ഇത്ര സർപ്രൈസസ് ഒന്നും ഒരിക്കലും അമ്മ സത്യം പറഞ്ഞാൽ ആക്ച്വലി മാഫുവിന്റെ സൈഡിൽ നിന്ന് കമ്മലൊന്നും ഒരിക്കലും വിചാരിക്കില്ല. പിന്നെ ഫോണൊന്നും ഒരിക്കലും വിചാരിക്കില്ല, ഒന്നും വിചാരിക്കൂല. പക്ഷെ എല്ലാം കേക്ക് മുറിക്കൊന്നും നമുക്കറിയാം. മേ ബി ഒരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് വെച്ച് വിചാരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് വിചാരിക്കുന്നുണ്ടാവും. നമ്മള് മറ്റേ ഡെക്കറേഷന്റെ ഫ്ലവേഴ്സും എടാ മറ്റേ ആ കടയിലേക്ക് ആ ബൊക്കെ പോലത്തെ ഉള്ള കടയില്ലേ. അപ്പൊ നമ്മള് പിങ്ക് പെറ്റൽസ് സെൽമേലല്ലേ, സെൽമേല് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ പോവാം, ഇവിടെ അടുത്ത്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കടയിലത്തിരിക്കുകയാണ്. ഫോമൽസ് കണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാറുണ്ട്. ചോട് ये रैपिंग पेपर को कितने भाई? അമ്മ എന്തിനാണ് അമ്മ സീരിയൽ മ്യൂട്ടായിട്ട് കാണുന്നത്? തന്റെ ഹസ്ബൻഡിന്റെ വകയാണത്. ബില്ല് ഹസ്ബൻഡ് കൊടുക്കണം, അതാണ് ഉദ്ദേശിച്ചത്. ബില്ല് കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സാജിദ മുജീബ് സാജിദ ഇങ്ങനെ വിളിച്ചാൽ മതി. മുറിക്കാം സ്പൂണിൽ ചെയ്തിട്ട്. സ്പൂണില്ല, മുറിക്ക് മുന്നേ എല്ലാവർക്കും ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനേ. അതിന്റെ ഫോൺ വാങ്ങി കൊണ്ടുപോട്ടല്ല. അല്ല ഭാവി അങ്ങനെ എടുത്തോ. ഞാൻ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഭാവി ഫോട്ടോ എടുക്കാം.
എന്റെ ബർത്ത്ഡേ ഞാൻ സർപ്രൈസ് സ്പ്രേ കണ്ടിരിക്കുന്ന ആരാധകങ്ങളെ ഇത് കണ്ടല്ലോ ജ്വല്ലറിയില് കണ്ടല്ലോ എന്താണ് അല്ല കൊണ്ടുപോയി കേൾക്കാം ഞാനേ മാമയുടെ അതൊക്കെ ചുമ്മാ ഒട്ടിക്കണം. ഉമ്മ ബാക്കിക്കൊന്നും കേട്ടോ ഉമ്മുനെ കാണില്ല അതേപോലെ മാമ അൺബോക്സ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് വീണാ ഞാനും നെജുവാനും ഞാൻ തുറന്നു അവിടെ തുറന്നോ ഇപ്പൊ ഏതാ 50 നല്ല പറ്റി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ ഓക്കെ താൻ പറ 2 വാക്കുകൾ എൻ്റെ ബ്ലോഗിൽ. സൂപ്പർ ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അല്ല ഞങ്ങളൊന്നും കാണിക്കാതെ അവിടെ വന്ന് കിടന്ന് എന്നിപ്പോ താനെന്താണ് ഇങ്ങനെ പെതറുണ്ടായിരുന്നു എന്തുവരും ഒന്നും കാണിക്കാത്ത എന്നുള്ള രീതിയിൽ അതിന്റെ ഇടയിൽ എന്നോട് മറ്റേ ദീപ്തി ടീച്ചർ പറഞ്ഞ മെഫോസിന്റെ ബർത്ത്ഡേ കണ്ടത്. അത് കുഴപ്പമില്ല ചുമ്മാ കൂടി നോക്കാം ഞങ്ങളിരിക്കണം ഫോണ് ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ എടുക്കാം. അതിലത് കത്തിക്കണ്ട ഒരു മിനിറ്റ് അല്ല നീങ്ങുന്നു കേട്ടോ. അതിനു ഒരു മിനിറ്റ് അതിന് കണ്ടോ തീ വരുന്നേ. നോക്ക് ഞാൻ പറഞ്ഞില്ലേ അയ്യോ ആദ്യം ഉമ്മയുടെ മുന്നിൽ രശ്മ വീഡിയോ സെറ്റ് അല്ലേ ഞാൻ അടുത്ത കാലത്ത് ബർത്ത്ഡേ ഉണ്ടാവില്ല. ഇത് മനസ്സിന് ബ്ലോണാണ്. അപ്പോഴും ഞാൻ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലുള്ള അനിയത്തി സെഞ്ചറുണ്ടല്ല ഓളെ ബർത്ത്ഡേക്ക് ഞങ്ങളെ കൂടെ ബഹളാക്കി ഭയങ്കര ബഹളം അവൾ ഇതിങ്ങനൊന്നും ഇവിടെ അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ല. ഞാനില്ലേ അവിടെ ഒരു ക്യാമറ അല്ലേ ആ ക്യാമറ ഒരു സ്ഥലത്ത് ക്യാമറ എപ്പോഴും ഇന്നൊന്ന് ഓർമ്മല്ല. ഇവിടെ 119 രശ്മ 99 എവിടുന്നാണ് രശ്മ 99? പിസ്സ എന്താ വേണ്ട എനിക്ക്? ഇതെന്നെ പിസ്സ ആ ചാറ്റൽ
സോ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗും ടുവേർഡ്സ് എൻഡായി വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ എല്ലാം നമ്മൾ ഭയങ്കര പ്രതീക്ഷ പോലെ തന്നെ നടന്നു. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു. മറ്റു ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒരു വ്ളോഗും കൂടി ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, വിച്ച് ഇസ് അബൌട്ട് സ്വർണ്ണം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ. അത് ഇച്ചിരി ഉമ്മച്ചിക്ക് മനസ്സിലായി. ഉമ്മച്ചിയുടെ ഏതോ ടീച്ചേഴ്സ് എൻ്റെയും ജഗുവിനെയും മെഹഫൂസിനെയും പുറത്ത് വെച്ച് കണ്ടു മലബാർ ഗോൾഡിൽ നിൽക്കുന്നത്. ഒബ്വിയസ്ലി ഞങ്ങൾ ജ്വല്ലറി പോകേണ്ട ആവശ്യമില്ല. അപ്പം അവർ ഡൗട്ടാണ്. ഫോണും ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മൊത്തം കാണുമ്പോൾ മനസ്സിലാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും മാഷാല്ലാ പറയണം. എനിക്ക് നസർ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് എല്ലാവരും മാഷാല്ലാ പറയണം. അത്ര പറയാനുള്ള. ഉമ്മ ഉമ്മ വാ വാ വാടി ആൾക്കാരെയാണ്. പറ താങ്ക് യു ഫോർ ദ ഇത്. So we are signing off. Thank you so much.